വൈപ്പിൻ നിയോജകമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ അനിത തോമസ് ഇഗ്നോയിൽ നിന്ന് MBA ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. പഠനത്തിനു ശേഷം ബിസിനസ്സിലേക്ക് തിരിഞ്ഞ അനിത തോമസ് വളരെ ചെറുപ്രായത്തിൽ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംരംഭകയായി മാറി. കൊച്ചി കേന്ദ്രീകരിച്ച് എക്സ്പോർട്സ് എന്ന പേരിൽ ഒരു കയറ്റുമതി സ്ഥാപനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. നൃത്തത്തിലും അഭിനയത്തിലും മികവ് തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ് അനിത തോമസ്. നല്ലൊരു റെസ്പോൺസാണ്. അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇനി ഇപ്പോൾ ഉള്ള ഭരണം അവർക്ക് മതിയായമാരെയാണ് പറയുന്നത്. അപ്പോൾ NDA പോലെയുള്ള ഒരു മുന്നണി വന്നപ്പോൾ അവർക്ക് വളരെ പ്രതീക്ഷയാണ്. വോട്ടർമാരെ കണ്ടപ്പോൾ അവരെന്ത് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും വൈപ്പിൻകരയിലെ പ്രശ്നം എന്ന് പറയുന്നത് മെയിനായിട്ട് പറഞ്ഞത് കുടിവെള്ള പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടൽക്ഷോഭം വരുമ്പോൾ അവിടെ സേഫ്റ്റി ഇല്ല, കടൽ ഭിത്തി അതില്ല. പിന്നെ റോഡിൻ്റെ പ്രശ്നം, സമാന്തരമായിട്ടുള്ള റോഡ്. പിന്നെ ഒരു ആശുപത്രി, നല്ലൊരു ആശുപത്രി ഇല്ല. അങ്ങനെ പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിത നിലവാരം മൊത്തത്തിൽ ഇവിടെ മാറണം. വൈപ്പിൻകരയിൽ അത് ആ ഒരു മോശം അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ തവണ ഇവിടെ 2020 ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തവണ അത് NDA മുന്നണിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അത് വോട്ടർമാരിൽ എത്രത്തോളമാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്? അത് നല്ലൊരു കാര്യമല്ലേ. അതായത് NDA പോലൊരു മുന്നണിയിൽ നമ്മൾ ചേരുമ്പോൾ 2020 ചേരുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ അതിന് കൂടുതൽ ആൾക്കാർ മുന്നോട്ട് എന്തായാലും വോട്ടായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്.